അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം ഒന്നാം ഭാഗത്തിലെ 12ാമത്തെ പാഠം ഫിൽ മത്അം എന്ന പാഠം നമുക്ക് വായിച്ച് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥവും വെക്കാം. ഫിൽ മത്അം എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു സംഭാഷണമാണ് യൂനുസും ഫരീദും നടത്തുന്ന സംഭാഷണം. യൂനുസ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫരീദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂനുസ്: ഹയ്യാ നദ്ഹബു ഇലൽ മത്അം. ഹയ്യാ നദ്ഹബു ഇലൽ മത്അം, വരൂ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ ഫരീദ് ചോദിക്കുകയാണ്, ഇലാ അയ്യ മത്അമിൻ, ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്? അപ്പോൾ യൂനുസ് പറയാണ്, മത്അമുൽ ഖലീജ്, ഖലീജ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക്. മത്അമുൽ ഖലീജ് എന്ന ഖലീജ് റെസ്റ്റോറൻറ്റിലേക്ക്. യൂനുസ്: മാദാ തുഫദ്ദിലു ഫിൽ അശാ, മാദാ തുഫദ്ദിലു ഫിൽ അശാ, രാത്രി നിനക്ക് എന്താണ് ഇഷ്ടം? മാദാ തുഫദ്ദിലു, നിനക്ക് എന്താണ് ഇഷ്ടം? ഫിൽ അശാ, രാത്രി ഭക്ഷണം നിനക്ക് എന്താണ് ഇഷ്ടം? ഫരീദ്: അപ്പോൾ ഫരീദ് പറയാണ്, ഉഫദ്ദിലുൽ ഖുബ്സ വൽ ലഹ്മ. ഉഫദ്ദിലു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ ഖുബ്സ വൽ ലഹ്മ, ബ്രെഡും അതുപോലെ തന്നെ ഇറച്ചിയും മാംസവും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി യൂനുസ്: അന ഉഫദ്ദിലുൽ ഖുബ്സ വസ്സമക. അന ഉഫദ്ദിലു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൽ ഖുബ്സ വസ്സമക, ബ്രെഡും മീനും മത്സ്യവും ഞാൻ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. വ മാദാ തതനാവലു ഫിൽ ഗദാഇ. വ മാദാ തതനാവലു ഫിൽ ഗദാഇ, ഉച്ചഭക്ഷണം നീ എന്താണ് കഴിക്കുക? വ മാദാ തതനാവലു, നീ എന്താണ് കഴിക്കുക? ഫിൽ ഗദാഇ, ഉച്ചഭക്ഷണം നീ എന്താണ് കഴിക്കുക? ഫരീദ്: അത്തനാവലുൽ അർസ വസ്സമക. അത്തനാവലു, ഞാൻ കഴിക്കും, അൽ അർസ വസ്സമക, ഊണും മത്സ്യവുമാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുക. യൂനുസ്: അത്തനാവലുൽ അർസ വൽ ഖുലാറ. അത്തനാവലു, യൂനുസ് പറയാണ്, അത്തനാവലു, ഞാൻ കഴിക്കും, അൽ അർസ, ഊണും, വൽ ഖുലാറ, പച്ചക്കറിയും. അൽ അർസ്, ഊണും, ഖുലാർ പറഞ്ഞാൽ പച്ചക്കറി. അപ്പോൾ ഊണും പച്ചക്കറിയുമാണ് ഞാൻ കഴിക്കുക. വ കൈഫ ഫുത്തൂറുക, നിൻ്റെ പ്രാതൽ എന്താണ്? ഓ കൈഫ ഫുത്തൂറുക, നീ എന്താണ് പ്രാതൽ കഴിക്കൽ? അപ്പോൾ ഫരീദ് പറയാണ്, ഫുത്തൂരി, എൻ്റെ പ്രാതൽ, യതവക്കനു മിനശ് ശാഇബിൽ ഹലീബ്, പാൽ കൊണ്ടുള്ള ചായ, പാൽ ചായയും, വൽ ഖുബ്സി, ബ്രെഡും, വൽ അസ്ലി, തേനും. എൻ്റെ പ്രാതൽ എന്ന് പറഞ്ഞത് പാൽ ചായയും അതുപോലെ തന്നെ ബ്രെഡും പിന്നെ അസ്ലി, തേന്. വ ഫുത്തൂറുക അന്ത, നിൻ്റെ പ്രാതൽ എന്താണ്? വ ഫുത്തൂറുക അന്ത, നിൻ്റെ പ്രാതൽ എന്താണ്? അപ്പോൾ യൂനുസ് പറയാണ്, ഫുത്തൂരി അൽ ഖഹ്വ. ഫുത്തൂരി, എൻ്റെ പ്രാതൽ, അൽ ഖഹ്വ, എന്താണ് ഖഹ്വ എന്നാൽ കാപ്പിയും, വൽ ഖുബ്സ, ബ്രെഡും, വൽ ഖുബ്സ, ബ്രെഡും, വൽ മുറബ്ബ, ജാമും, വൽ ബൈലു, പിന്നെ കോഴിമുട്ടയും. ഇത്രയുമാണ് എൻ്റെ പ്രാതൽ ഭക്ഷണം. എന്തൊക്കെയാണ്? ഫുത്തൂരി, എൻ്റെ പ്രാതൽ, അൽ ഖഹ്വ, കാപ്പി, വൽ ഖുബ്സ, ബ്രെഡ്, വൽ മുറബ്ബ എന്ന് പറഞ്ഞാൽ ജാമ്. മുറബ്ബ എന്നാൽ ജാമ്. നമ്മുടെ തദ്രീബാത്തിൽ എല്ലാത്തിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൽ മുറബ്ബ ജാമുമാണ്. അതുപോലെ തന്നെ വൽ ബൈള, കോഴിമുട്ടയും. വൽ ബൈള, മുട്ടയുമാണ് എൻ്റെ പ്രാതൽ ഭക്ഷണം. ഫരീദ്: സലാസ് വജബാത്തിൻ ഫാഖിറ, 3 ഭക്ഷണങ്ങളും മുന്തിയതാണല്ലോ. വജബ എന്നാൽ മുന്തിയത്. 3 ഭക്ഷണങ്ങളും, വജബ എന്ന ഭക്ഷണം, സലാസു വജബാത്തിൻ ഫാഖിറ, 3 ഭക്ഷണങ്ങളും, ഫാഖിറ എന്നാലും മുന്തിയത്, 3 ഭക്ഷണങ്ങളും മുന്തിയതാണല്ലോ. മാഷാ അല്ലാഹ്. യൂനുസ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫരീദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖറ വനഫം വായിച്ച് മനസ്സിലാകാൻ. ഖുബ്സ്, ബ്രെഡ്, ഫുത്തൂർ, പ്രാതൽ, ഹയ്യ എന്ന് പറഞ്ഞാൽ വരൂ, അർസ്, ഊണ്, ഷായിൻ, ചായ, ഖഹ്വ, കാപ്പി, മുറബ്ബ, ജാമ്, ബൈള്, മുട്ട, ലഹ്മൻ, മാംസം, തനാവല, കഴിച്ചു, സമക്കുൻ, മത്സ്യം, ഫല്ലല, ഇഷ്ടപ്പെട്ടു. വളരെ സിമ്പിളായിട്ട് ഈ തദ്രീബാത്തിലെ ഈ അർത്ഥങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് പാഠം അർത്ഥം വെക്കാൻ കഴിയും. അതിൽ രണ്ടാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. 1 മാദാ തുഫദ്ദിലു ഫരീദുൻ ഫിൽ അശാഇ. മാദാ തുഫദ്ദിലു ഫരീദുൻ ഫിൽ അശാഇ, രാത്രി ഭക്ഷണം ഫരീദ് എന്താണ് ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ യുഫദ്ദിലുൽ ഫരീദ് ഫിൽ അശാഇ അൽ ഖുബ്സ വൽ ലഹ്മ, എന്താണ് അവന് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്? അവനക്ക് ഇഷ്ടം എന്താണ്? ബ്രെഡും ഇറച്ചിയുമാണ് രാത്രി ഭക്ഷണം അവനക്ക് ഇഷ്ടമുള്ളത്, ബ്രെഡും ഇറച്ചിയും.
ഇനി മാതാ യുഫല്ലിലു യൂനുസ് ഫിൽ അശാഇ, രാത്രി ഭക്ഷണം യൂനുസ് എന്താണ് ഇഷ്ടപ്പെടുന്നത്? അവൻ ഇഷ്ടപ്പെടുന്നത് യുഫല്ലിലുൽ യൂനുസ് ഫിൽ അശാഇ അൽ ഖുബ്സ വസ്സമക്ക, അവൻ ഇഷ്ടപ്പെടുന്നത് രാത്രി ഭക്ഷണത്തിൽ യൂനുസ് ഇഷ്ടപ്പെടുന്നത് അൽ ഖുബ്സ വസ്സമക്ക, എന്താണ്? ബ്രെഡും മത്സ്യവുമാണ്, മീനുമാണ്. 3 മാതാ തതനാവലു ഫരീദുൻ ഫിൽ ഗദാഇ, മാതാ തതനാവലു ഫരീദുൻ ഫിൽ ഗദാഇ, ഉച്ചഭക്ഷണം ഫരീദ് എന്താണ് കഴിക്കുന്നത്? ആൻസർ യതനാവലുൽ ഫരീദു, ഫരീദ് കഴിക്കുന്നു ഫിൽ ഗദാഇ, ഉച്ചയ്ക്ക് അൽ അറുസ വസ്സമക്ക, ഊണും മത്സ്യവും. 4 മാതാ യതനാവലു ഫരീദും ഫിൽ ഫുത്തൂർ, ഫരീദ് പ്രാതൽ ഭക്ഷണം എന്താണ്? പ്രാതൽ എന്താണ് കഴിക്കുന്നത്? അപ്പോൾ ആൻസർ യതനാവൽ ഫരീദ് ഫിൽ ഫുത്തൂരി അശാഇ ബിൽ ഹലീബി വൽ ഖുബ്സ് വൽ അസിൽ, പാൽച്ചായയും അതുപോലെ തന്നെ ബ്രെഡും തേനും, അതാണ് ആര് കഴിക്കുന്നത്? യൂനുസ് ഫരീദ് പ്രാതൽ കഴിക്കുന്നത്. 5 കം വജിബത്തൻ യതനാവൽ യൂനുസ്, യൂനുസ് എത്ര ഭക്ഷണമാണ് കഴിക്കുന്നത്? കം വജബത്തൻ യതനാവൽ യൂനുസ്, യൂനുസ് എത്ര ഭക്ഷണമാണ് കഴിക്കുന്നത്? യതനാവലിൽ യൂനുസ് സലാസ വജബാത്തിൻ, 3 ഭക്ഷണമാണ് ആര് കഴിക്കുന്നത്? യൂനുസ് കഴിക്കുന്നത്. 6 ഇലാ അയ്യ മത്ആമിൻ യദ്ഹബ് യൂനുസ് വ ഫരീദ്, ഫരീദും യൂനുസും ഏത് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്? ആൻസർ യദ്ഹബുൽ യൂനുസ് വൽ ഫരീദ്, ഫരീദും യൂനുസും പോകുന്നു ഇലൽ മത്ആമിൽ ഖലീജ്, മത്ആമിൽ ഖലീജ്, ഖലീജ് എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് അവർ പോയത്. ഇനി നക്തുബ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. 1 അയ്യാൻ അദഹബു ഇലൽ വത്താം, വരൂ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അപ്പോൾ അൽ മസ്ജിദ് ഉണ്ട്, വൈത്തുണ്ട്, മദ്രസ ഉണ്ട്, സൂക്കുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? ഹയ്യാൻ അദഹബു ഇലൽ മസ്ജിദ്, ഹയ്യാൻ അദഹബു ഇലൽ വൈത്ത്, വരൂ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഹയ്യാൻ അദഹബു ഇലൽ മദ്രസ, വരൂ നമുക്ക് മദ്രസയിലേക്ക് പോകാം. ഹയ്യാൻ അദഹബു ഇലൽ സൂക്ക്, വരൂ നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം. ഇനി അടുത്ത് മത്ആമുൽ ഖലീജ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞതുപോലെ അർ റഹ്മ ഉണ്ട്, അൽ മദീന ഉണ്ട്, അൽ മലൈബാർ. അപ്പോൾ അത് വെച്ച് ചെയ്യണം മത്അബുർ റഹ്മ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. മത്അമുൽ മദീന എന്ന് പേരുള്ള റെസ്റ്റോറൻറ്റ്. മത്അമുൽ മലൈബാർ എന്ന് പേരുള്ള റെസ്റ്റോറൻറ്റ്, ആ രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇനി മാതാ തുഫല്ലിലു, എന്താ നീ ഇഷ്ടപ്പെടുന്നത്? ഉഫല്ലിലുൽ ഖുബ്സ വല്ലഹ്മ, ഉഫല്ലിലുൽ ഖുബ്സ വല്ലഹ്മ, ഞാൻ ഇഷ്ടപ്പെടുന്നു അൽ ഖുബ്സ വല്ലഹ്മ, എന്ത് ഇഷ്ടപ്പെടുന്നു? ബ്രെഡും അതുപോലെ തന്നെ ഇറച്ചിയും. അതുപോലെ ഇവിടെ എങ്ങനെ എഴുതണം? ഉഫല്ലിലു കൂട്ടിയിട്ട് എഴുതണം. മാതാ തുഫല്ലിലു, നിനക്കെന്താണ് ഇഷ്ടം? അപ്പോൾ നമ്മൾ മറുപടി ആയിട്ട് എഴുതും അൽ ഖുബ്സ വസ്സമക്ക, അൽ അർസ വസ്സമക്ക, ഷായ് ബിൽ ഹലീബ്, അൽ ഖുബ്സ വൽ മുറബ്ബ, അൽ ഖുബ്സ വൽ ബൈദ്, അതൊക്കെ ഉഫല്ലിൽ കൂട്ടിയിട്ട് എഴുതണം. അപ്പോൾ ഉഫല്ലിൽ ഖുബ്സ വസ്സമക്ക, ഞാൻ ബ്രെഡും മത്സ്യവും ഇഷ്ടപ്പെടുന്നു. ഉഫല്ലിൽ അർസ വസ്സമക്ക, ഞാൻ ഊണും മീനും ഇഷ്ടപ്പെടുന്നു, മത്സ്യവും ഇഷ്ടപ്പെടുന്നു. ഉഫല്ലിൽ ഷായ് ബിൽ ഹലീബ്, പാൽച്ചായ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഫല്ലിൽ ഖുബ്സ വൽ മുറബ്ബ, ബ്രെഡും ജാമും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഫല്ലിൽ ഖുബ്സ വൽ ബൈള, ബ്രെഡും കോഴിമുട്ടയും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇനി അടുത്തത് മാതാ തത്തനാവലു, നീ എന്താ കഴിക്കുക? മാതാ തത്തനാവലു, നീ എന്താ കഴിക്കുക? അപ്പോൾ ഇതിൻ്റെ മറുപടി എന്താ? അത്തനാവലു അറുസ വൽ ഖുലാറ, ഞാൻ ഊണും പച്ചക്കറിയും കഴിക്കും. ഇനി മാതാ തത്തനാവലു, നീ എന്താണ് കഴിക്കുക എന്നുള്ളതിന് മറുപടി ആയിട്ട് ഇവിടെ എഴുതണം അൽ ഖുബ്സ വൽ ഫൂല, അൽ ഖുബ്സ വൽ ബൈള, അൽ ഖുബ്സ വൽ ലഹ്മ, അൽ അറുസ വസ്സമക്ക. അപ്പോൾ എങ്ങനെ എഴുതും? അത്തനാവലെന്ന് കൂട്ടിയിട്ട് എഴുതണം. അത്തനാവലു, ഞാൻ കഴിക്കും, അൽ ഖുബ്സ വൽ ഫൂല, കടലയും ബ്രെഡും. അത്തനാവലുൽ ഖുബ്സ വൽ ബൈള, പിന്നെ ബ്രെഡും കോഴിമുട്ടയും മുട്ടയും ഞാൻ കഴിക്കും. അത്തനാവലുൽ ഖുബ്സ വൽ ലഹ്മ, ഇറച്ചിയും ബ്രെഡും ഞാൻ കഴിക്കും. അത്തനാവലുൽ അർസ വസ്സമക്ക, മത്സ്യവും ഊണും ഞാൻ കഴിക്കും. ഇനി 4-മത്തെ നുഇദ്ദു ഹിവാറൻ ജറ ബൈന നൗഫൽ വ അയ്യൂബ്, അയ്യൂബിൻ്റെയും നൗഫലിൻ്റെയും ഇടയിൽ നടന്ന ഒരു സംഭാഷണം ഇതാനാണ്. നമ്മളിപ്പോൾ പോയത് റെസ്റ്റോറൻറ്റിലേക്ക്, അതൊന്ന് മാറ്റി പിടിച്ചിട്ട് അങ്ങാടി കാക്കാം, അതല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. നൗഫൽ, ഹയ്യാൻ അദ്ഹബ് ഇല സൂക്ക്, വരൂ നമുക്ക് അങ്ങാടിയിലേക്ക് പോകാം. അപ്പോൾ അയ്യൂബ് ചോദിക്കുകയാണ്, ഇല്ലേ മാതാ നദ്ഹബ് ഇല സൂക്ക്, എന്തിനാണ് നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്നത്? അപ്പോൾ നൗഫൽ പറയുകയാണ്, ലി ഷിറാഇൽ ഖുലാർ, പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അയ്യൂബ്, മൽ ഖുലാറുല്ലതി തശ്തരി, നീ ഏതൊക്കെയാണ് പച്ചക്കറികളാണ് വാങ്ങുന്നത്? നൗഫൽ, അശ്തരി അൽ ബസല വ തമാത്തി, ഉള്ളിയും തക്കാളിയുമാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അയ്യൂബ് ചോദിക്കുകയാണ്, ലാ തശ്തരി ലഹ്മ, നീ ഇറച്ചി വാങ്ങുന്നില്ലേ? നൗഫൽ, ലാ, ഇറച്ചി വാങ്ങുന്നില്ല. ബൽ നശ്തരി അസ്സമക്ക, ഞാൻ എന്ത് വാങ്ങുന്നുണ്ട്? മത്സ്യം വാങ്ങുന്നുണ്ട്, മീൻ വാങ്ങുന്നുണ്ട്.
അയ്യൂബ് മാതാ വജബത്തു ഫിൽ അശാ, രാത്രി ഭക്ഷണം നിനക്ക് എന്താണ്? മാതാ വജബത്ത് ഫിൽ അശാ, ഈ രാത്രി ഭക്ഷണം എന്താണ്? നൗഫൽ അൽ ഖുബ്സ് വസ്സമക്കു, ബ്രെഡും മത്സ്യവുമാണ്. വ കൈഫ അശാവുക, നിൻ്റെ രാത്രി ഭക്ഷണം എന്താണ്? അയ്യൂബ് യതനാവലുൽ ഖുബ്സ വസ്സമക്ക വൽ ഖുലാറ, യതനാവലുൽ ഖുബ്സ വസ്സമക്ക വൽ ഖുലാറ, ബ്രെഡും മത്സ്യവും പച്ചക്കറിയുമാണ് എൻ്റെ ഭക്ഷണം, ഞാൻ കഴിക്കുന്നത്. നൗഫൽ ഹസൻ, ഓക്കെ, ഇലൽ ലിഖാ, നമുക്ക് കാണാം. അയ്യൂബ് ഇലൽ ലിഖാ, നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.